ടി വി പ്രസാദ് നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. പോലീസ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിൽ. അതേസമയം തന്നെ സൈബർ ഇടങ്ങളിൽ പെരുകി വരികയാണ് ഈ പെൺകുട്ടിക്കെതിരായ ആക്രമണത്തിന്റെ തോത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പരസ്യമായി തന്നെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആളുകൾ കൂടി കടന്നു വരികയാണ്. സുജയ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ പോലീസ് വലവിരിക്കുന്നുണ്ട്. പക്ഷേ ഉടനടി അറസ്റ്റ് വേണ്ട എന്ന തീരുമാനമാണ് നിലവിലുള്ളത്. ഹരി പറഞ്ഞതുപോലെ പക്ഷേ രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം സമാന്തരമായി പുരോഗമിക്കുന്നുമുണ്ട്. അതിനിടയിൽ ദൃശ്യം മോഡലിൽ എന്ന പോലെ മൊബൈൽ ഫോൺ മാറ്റി മാറ്റി നിൽക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ആ രീതിയിലുള്ള അന്വേഷണം പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ നിലവിൽ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഉന്നതങ്ങളിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സുജയ ചോദിച്ച പോയിന്റിലേക്ക് വന്നാൽ സൈബർ ആക്രമണം കടുക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതിൽ സാധാരണ കോൺഗ്രസിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ എഴുതുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇതിന് പിന്നിലായുള്ളത്. പെൺകുട്ടിയുടെ ദൃശ്യവും അതുപോലെ തന്നെ ഫോട്ടോയും ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന നിലയിലേക്കും ചിലർ എത്തി എന്നുള്ളതാണ്. മാത്രമല്ല സുജയ, ഈ പെൺകുട്ടി പരാതി കൊടുക്കാനുള്ള കാരണവും അതാണ് എന്നതാണ്. അതായത് പെൺകുട്ടിയുടെ പടം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ചിലർ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങിയത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ വിനയാവുകയും ചെയ്തത്. അങ്ങനെയുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് ഏതെങ്കിലും രീതിയിൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവരല്ല. കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ പോരടിക്കുന്നവർ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്തായാലും ഈ പ്രചരണം അത് നടത്തുന്നവർക്കെതിരെയും പരാതിയും ഇനിയിപ്പോൾ കേസും ഒക്കെ വരാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സൈബർ ഇടങ്ങളിൽ ഈ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിലേക്കാണ് പല സൈബർ കോൺഗ്രസ്സുകാരും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനെക്കുറിച്ച് നേതൃത്വത്തോട് ചോദിക്കുന്ന സമയത്ത് അത് തങ്ങളുടെ അറിവില്ലാതെയാണ് ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ പറയുന്നതെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേതൃത്വം ആരെങ്കിലും വഹിക്കാതെ ഇത് ചെയ്യില്ല എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലാണ് ഈ പ്രചരണമെല്ലാം നടക്കുന്നത്. വ്യാപകമാണ് ഈ പ്രചരണം. എല്ലാ ഭാഗങ്ങളിലേക്കും ഫോട്ടോ വെച്ചുകൊണ്ടുള്ള പ്രചരണം തുടരുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അവരുടെ തന്നെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഇതിനുള്ള ആഹ്വാനവും വന്നു കഴിഞ്ഞിട്ടുണ്ട് സുജയ.